ഒരു 4 മാസം മുൻപ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വീറും വാശിയും പോരാട്ട തന്ത്രങ്ങളും കൊണ്ട് ശ്രദ്ധാകേന്ദ്രമാവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. നിലമ്പൂരിൽ എം.എൽ.എ ആയിരുന്ന പി.വി. അൻവർ തൻകൂടി അംഗമായിരുന്ന എൽ.ഡി.എഫ് മുന്നണി വിട്ടതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുകയായിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇതുവരെ അറിയിപ്പുകളൊന്നും ഉണ്ടാകാത്തത് രാഷ്ട്രീയ പാർട്ടികളെ ആശങ്കപ്പെടുത്തിയിരുന്നു. എന്നുവച്ചാൽ തിരഞ്ഞെടുപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ആശങ്ക. കഴിഞ്ഞ പിണറായി വിജയൻ ഒന്നാം മന്ത്രിസഭയുടെ കാലത്ത് കുട്ടനാട് എം.എൽ.എ തോമസ് ചാണ്ടിയും ചവറ എം.എൽ.എ വിജയൻ പിള്ളയും മരണപ്പെട്ടിരുന്നു. എന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് അവസരം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ രണ്ട് മണ്ഡലങ്ങളിൽ അത് നടന്നില്ല. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഈ മണ്ഡലങ്ങളിൽ എം.എൽ.എമാർ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. കാരണം ഇനിയും ഒരു വർഷം കൂടിയുണ്ട് സംസ്ഥാന മന്ത്രിസഭയുടെ കാലാവധി. അത്രയും നാൾ മണ്ഡലം നാഥനില്ലാതെയാകുന്നത് വലിയ രീതിയിലുള്ള ഭരണപ്രതിസന്ധിക്ക് വഴിവെക്കുമെന്നാണ് അഭിപ്രായം. എന്തായാലും അടുത്തയാഴ്ച തുടക്കത്തിൽ തന്നെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിക്കുമെന്നാണ് സൂചനകൾ. എന്നാൽ തെരഞ്ഞെടുപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾക്കൊന്നും നിലമ്പൂരിൽ പ്രസക്തിയില്ല. കാരണം സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചാണ് നിലമ്പൂരും കേരളവും ഇപ്പോൾ സംസാരിക്കുന്നത്. മാത്രമല്ല എൽ.ഡി.എഫിൽ നിന്ന് പുറത്തുവന്ന് എം.എൽ.എ സ്ഥാനം വലിച്ചെറിഞ്ഞ ശേഷം ഇപ്പോൾ യു.ഡി.എഫിലേക്ക് വിളിയും കാത്തിരിക്കുന്ന മുൻ എം.എൽ.എ പി.വി. അൻവറിൻ്റെ പിന്തുണ മണ്ഡലത്തിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇനിയുള്ള കാലം പി.വി. അൻവറെ യു.ഡി.എഫ് കൂടെ കൂട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതിന് ശേഷം ആയിരിക്കും. അടവു നയം എന്ന രീതിയിൽ അൻവറിനെ അസോസിയേറ്റ് കക്ഷിയാക്കാമെന്ന വാഗ്ദാനം യു.ഡി.എഫ് നൽകിയെങ്കിലും ഇക്കാര്യത്തിലുള്ള ഒരു പൂർണ്ണ തീരുമാനം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എൽ.ഡി.എഫിനെയും യു.ഡി.എഫിനെയും സംബന്ധിച്ച് നിർണായകമാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ നിർണായകമായി മാറുന്നത് യു.ഡി.എഫിന് തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ യു.ഡി.എഫിനൊപ്പമുള്ള പി.വി. അൻവറിന് ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. എന്തായാലും ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം എങ്ങും എത്തിയില്ലെങ്കിലും ആരൊക്കെ സ്ഥാനാർത്ഥികളാകുമെന്നുള്ള കാര്യത്തിൽ ഏകദേശ തീരുമാനം വന്നു കഴിഞ്ഞു. നിലമ്പൂർ ആർക്കനുകൂലമായി വിധി എഴുതുമെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ പലരുടെയും മനസ്സിലുള്ളത്. ഇപ്പോഴിതാ പാലേമാട് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ കെ.ആർ. ഭാസ്കരപിള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നുള്ളത് സംബന്ധിച്ച് പ്രവചനവുമായി എത്തിയിരിക്കുകയാണ്. മാത്രമല്ല എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കും എന്നുള്ളതിന് കാരണവും ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രവചനത്തെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നതിന് മുൻപ് ഈ പ്രവചനം നടത്തിയ ഭാസ്കരപിള്ള, അതായത് പാലേമാട് ശ്രീ വിവേകാനന്ദ പഠനകേന്ദ്ര കാര്യദർശി ആരാണെന്നറിയണം. 1970 നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്നത്തെ ജനസംഘം, അതായത് ഇന്നത്തെ ബി.ജെ.പിയുടെ പഴയ രൂപത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഈ പറയുന്ന ഭാസ്കരൻ നായർ. 1969 നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ആദ്യ എം.എൽ.എ ആയ CPM നേതാവ് കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നത്. അതിനുശേഷം 1970 നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഭാസ്കരൻ നായർ ജനസംഘം സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ജനസംഘ നേതാക്കളായ T.N. ഭരതനും ഗോദവർമ്മ തമ്പുരാനും ഉൾപ്പെടെയുള്ളവർ അന്ന് തന്നോട് ജനസംഘം സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ഭാസ്കരപിള്ള പറയുന്നത്. ഈ 1970 കുഞ്ഞാലി വെടിയേറ്റ് മരിച്ച സംഭവം പറഞ്ഞല്ലോ. അന്ന് കുഞ്ഞാലിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആര്യാടൻ മുഹമ്മദ് ആണെന്നൊരു സംസാരം ഉണ്ടായിരുന്നതായി ഭാസ്കരപിള്ള പറയുന്നുണ്ട്. എന്നാൽ ആര്യാടൻ മുഹമ്മദ് അല്ല കുഞ്ഞാലിയെ വെടിവെച്ചതെന്നും മറ്റാരോ ആണ് ആ കൃത്യം ചെയ്തതെന്നുമാണ് ഭാസ്കരപിള്ളയുടെ വാദം. എന്നാൽ അന്ന് സഖാവ് കുഞ്ഞാലി ആര്യാടൻ മുഹമ്മദിനെതിരെ മരണമൊഴി കൊടുത്തു എന്നാണ് ഭാസ്കരപിള്ള വ്യക്തമാക്കുന്നത്. അതിൻ്റെ പേരിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതോടുകൂടി ആര്യാടൻ മുഹമ്മദ് എന്ന പേര് കേരളം മുഴുവൻ പ്രശസ്തമായി എന്നും ഭാസ്കരപിള്ള ചൂണ്ടിക്കാട്ടുന്നു. ഈ സംഭവം നടക്കുന്നത് 1969 1970 നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് MP ഗംഗാധരനായിരുന്നു. CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് CP അബൂബക്കർ. ഈ തെരഞ്ഞെടുപ്പിലാണ് ജനസംഘ സ്ഥാനാർത്ഥിയായി ഭാസ്കരപിള്ള മത്സരിച്ചത്. അന്ന് തനിക്ക് രാഷ്ട്രീയമായി ആരോടും യാതൊരു ബന്ധവും ഇല്ലെന്നും T.N. ഭരതനും ഗോദവർമ്മ തമ്പുരാനും നിർബന്ധിച്ചത് കൊണ്ടാണ് താൻ സ്ഥാനാർത്ഥിയായി നിന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അന്ന് T.N. ഭരതൻ ജനസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അന്ന് ഈ ഭാസ്കരപിള്ള ആധ്യാത്മ പ്രഭാഷണങ്ങളും മറ്റും നടത്തിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ
ഹിന്ദു ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനെ അറിയാവുന്നവർ ആവശ്യത്തിലേറെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് സ്ഥാനാർത്ഥിയാകാൻ ഇദ്ദേഹത്തിന് ക്ഷണം ലഭിക്കുന്നത്. പിന്നീട് ഇക്കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അന്ന് ഈ പറയുന്ന ഭാസ്കരപിള്ളയുടെ വീട്ടിലൊരു സ്വാമി താമസിച്ചിരുന്നു. ഈ സ്വാമിയുമായി ഭാസ്കരപിള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ടി എൻ ഭരതൻ ഭാസ്കരപിള്ളയോട് ജനസംഘ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിക്കണമെന്ന് പറയാനെത്തിയപ്പോൾ ഇദ്ദേഹം ആദ്യം പറഞ്ഞത് ആ സ്വാമി പറഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കാം എന്നായിരുന്നു. സ്വാമിയോട് ഈ ആവശ്യം പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇവരെയും വിളിച്ചുകൊണ്ട് നേരെ കാരക്കോട് സ്വാമിയുടെ ആശ്രമത്തിൽ ചെന്നു. സ്ഥാനാർത്ഥിയാകാൻ നിൽക്കട്ടെ എന്ന് കാരക്കോട് സ്വാമിയോട് ചോദിച്ചു. ധൈര്യമായി നിന്നോളൂ എന്ന് സ്വാമി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജനസംഘം സ്ഥാനാർത്ഥിയായി നിന്നത് എന്നാണ് ഭാസ്കരപിള്ള പറയുന്നത്. അന്ന് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം പി ഗംഗാധരനായിരുന്നു വിജയിച്ചത്. ഗംഗാധരൻ 30,802 വോട്ടുകൾ നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ ബി പി അബൂബക്കർ 25,228 വോട്ടുകളാണ് നേടിയത്. മാത്രമല്ല മറ്റൊരു രസകരമായ സംഗതി കൂടി ഈ പറയുന്ന ഭാസ്കരപിള്ള തുറന്നു പറയുന്നുണ്ട്. അന്ന് തന്നോട് ധൈര്യമായി പോയി മത്സരിച്ചോളൂ എന്ന് പറഞ്ഞ ആ സ്വാമി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ എം പി ഗംഗാധരന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന്. തന്നെ ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് തൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ ഈ സ്വാമി എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തായാലും ഇദ്ദേഹം ഇപ്പോൾ നടക്കാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തെക്കുറിച്ചുള്ള പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കുമെന്നാണ് ഭാസ്കരപിള്ള പറയുന്നത്. യു ഡി എഫുകാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ വരട്ടെ. മറ്റൊരു കാര്യം കൂടി പുള്ളിക്കാരൻ പറയുന്നുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ യു ഡി എഫ് വിജയിക്കുമെന്നാണ് ഭാസ്കരപിള്ള പറയുന്നത്. കോൺഗ്രസിന് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്താണെന്നും ഭാസ്കരപിള്ള ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വി എസ് ജോയിക്ക് വേണ്ടി വാളും പരിചയും കുന്തവും കുടച്ചക്രവും ഒക്കെയായി നിൽക്കുന്ന പി വി അൻവറിനെ ഈ പ്രവചനം ഒട്ടുമേ ഇഷ്ടപ്പെടാൻ സാഹചര്യമില്ല. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഭാസ്കരപിള്ള പറയുന്നുണ്ട്. കോൺഗ്രസ് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ യു ഡി എഫിന് ഉറപ്പായും വിജയം ലഭിക്കും എന്നുള്ളതാണ് ഭാസ്കരപിള്ളയുടെ അഭിപ്രായം. ഈ സാഹചര്യത്തിലൊക്കെ അങ്ങനെ പറഞ്ഞാൽ നിലമ്പൂർ മണ്ഡലത്തിൽ നേരത്തെ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് ഭാസ്കരപിള്ള എന്നുള്ളതിനാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ശരി കാണാതിരിക്കില്ല. മാത്രമല്ല എന്തുകൊണ്ടാണ് ഷൗക്കത്തിന് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ വിജയസാധ്യതയുള്ളത് എന്നുള്ള കാര്യവും കൂടി ഭാസ്കരപിള്ള പറയുന്നുണ്ട്. നിലമ്പൂരിൻ്റെ മണ്ണിൽ ആര്യാടൻ മുഹമ്മദിനുള്ള സ്വാധീനം വളരെ വലുതാണ്. ഈ സ്വാധീനം ആര്യാടൻ ഷൗക്കത്തിന് പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നും ഭാസ്കരപിള്ള പറയുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ അപേക്ഷിച്ച് ജോയ് വളരെ ചെറുപ്പമാണ്. ഷൗക്കത്ത് കുറെ കൂടി മുതിർന്നയാളും കാര്യപ്രാപ്തിയുള്ള ആളുമാണ്. മാത്രമല്ല ആര്യാടൻ മുഹമ്മദ് സാറിൻ്റെ പാരമ്പര്യവും ഷൗക്കത്തിന് ഗുണമാവും. കൂട്ടത്തിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിലും ജീവിച്ചിരിക്കുന്നതിന് തുല്യമാണെന്ന് ഭാസ്കരപിള്ള പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് മത്സരിച്ചാൽ ആര്യാടൻ മുഹമ്മദിന് മണ്ഡലത്തിലുണ്ടായിരുന്ന സ്വാധീനം ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഷൗക്കത്താണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെങ്കിൽ യു ഡി എഫ് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല എന്നാണ് ഭാസ്കരപിള്ളയുടെ അഭിപ്രായം. എന്നാൽ അവിടെ ഉയരുന്ന മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്. ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരുന്നപ്പോൾ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ആദ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായത്. എന്നാൽ അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ പി വി അൻവറിനോട് പുള്ളിക്കാരൻ പരാജയപ്പെടുകയായിരുന്നു. അന്ന് എന്തുകൊണ്ട് ഈ സ്വാധീനം, അതായത് ആര്യാടൻ മുഹമ്മദിനുണ്ടെന്ന് പറയുന്ന ഈ സ്വാധീനം വർക്ക് ചെയ്തില്ല എന്നാണ് ഭാസ്കരപിള്ളയോട് ചിലർ ചോദ്യം ഉന്നയിക്കുന്നത്. ഇതിനിടയിലും ഭാസ്കരപിള്ള പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് പുള്ളിക്കാരൻ പറയുന്നത് താൻ ആർ എസ് എസ് അനുഭാവിയോ അല്ല എന്നാണ്. അന്ന് ജനസംഘം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിലമ്പൂർ മത്സരിച്ചതൊക്കെ ശരിയാണ്. അത് തനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ താൻ അതിന് സമ്മതം മൂടുകയായിരുന്നു എന്നും മറ്റൊരു സ്വാമിയാണ് തനിക്ക് ധൈര്യം തന്നതെന്നുമാണ് ഭാസ്കരപിള്ള പറയുന്നത്. എന്നാൽ അതിനൊപ്പം തന്നെ പുള്ളി പറയുന്നു, എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും യാതൊരു ബന്ധവുമില്ല. പണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിൻ്റെ പേരിൽ തന്നെ ഇപ്പോഴും പലരും RSS ആക്കി വച്ചിരിക്കുകയാണെന്ന് ഭാസ്കരപിള്ള ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ ഇന്ന് താൻ നിഷ്പക്ഷനായി നിലകൊള്ളുന്ന ആളാണ്. ഒരു പാർട്ടിയോടും മമതയില്ല. കോൺഗ്രസിനോടുമില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുമില്ല, BJP-യോടുമില്ല. പക്ഷേ താൻ വ്യക്തിപരമായി ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും ഭാസ്കരപിള്ള പറയുന്നുണ്ട്. ഈ ഭാസ്കരപിള്ള ഇഷ്ടപ്പെടുന്ന ആളാരാണെന്ന് അറിയണ്ടേ? നരേന്ദ്രമോദി. താനൊരു പാർട്ടിയുമായി യാതൊരു ബന്ധവും പുലർത്തുന്നില്ല എന്ന് പറയുമ്പോഴും തനിക്ക് വ്യക്തിപരമായി നരേന്ദ്രമോദി ഇഷ്ടമാണെന്ന് തന്നെയാണ് ഭാസ്കരപിള്ള പറയുന്നത്. അപ്പോൾ പിന്നെ പള്ളി ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ എങ്ങനെ പുള്ളിക്കാരൻ മത്സരിക്കാൻ എത്തി എന്നുള്ളതിന് പ്രത്യേക ഉത്തരം വേണമെന്നില്ല. എന്തായാലും ഭാസ്കരപിള്ളയുടെ പ്രവചനം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ മുൻപ് സ്ഥാനാർത്ഥിയായിരുന്നു. മാത്രമല്ല സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയും കൂടിയാണ്. പക്ഷേ പുള്ളിയുടെ പ്രവചനം കേട്ട് BJP ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ
ഭാസ്കരപിള്ളയുടെ പ്രവചനം തെറ്റും എന്നുള്ളതാണ് പുതിയ ആശങ്ക. കാരണം ഭാസ്കരപിള്ള പ്രവചനം നടത്തുന്നതിന് മുൻപ് പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയ അൻവർ മറ്റൊരു പ്രവചനം നടത്തിയിരുന്നു. ആര്യണം ഷൗക്കത്ത് മത്സരിച്ചാൽ തോൽക്കുമെന്നും ജോയ് മത്സരിച്ചാലേ ജയിക്കുകയുള്ളൂ എന്നും.